ഗവൺമെന്റാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രക്രിയ തുടങ്ങിയപ്പോൾ അതിനെ തുരങ്കം വെക്കാൻ UDF ശ്രമിച്ചു. വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് മുടക്കാനും കോടതിയിൽ പോയി മുടക്കാനും ഒക്കെ ശ്രമിച്ചു. ആകെയുള്ള ഏതാണ്ട് 40ഓളം ഭൂവുടമകളിൽ ഭൂരിപക്ഷവും ഭൂമി വിട്ടുതരാൻ അംഗീകാരം നൽകിയിട്ടും അത് നൽകാതിരുന്നത് ഏതാനും ചിലർ മാത്രമാണ്. അവരാവട്ടെ UDFന്റെ ആളുകളുമായിരുന്നു. എന്നാൽ തികഞ്ഞ അഭിമാനത്തോടെ പറയട്ടെ, എല്ലാ കുത്തിത്തിരിപ്പുകളെയും മറികടന്നുകൊണ്ട് മനോഹരമായ ഒരു മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ട ഗവൺമെന്റിനും ഈ നഗരസഭയ്ക്കും കഴിഞ്ഞു. അവിടെയും ചില അവകാശവാദങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട്. കേന്ദ്രം ഇതിനാവശ്യമായിട്ടുള്ള പണം നൽകിയെന്നും നൽകുമെന്നും ഒക്കെ പറഞ്ഞവരുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം അവിടെ ഒരു നാടകം തന്നെ കളിക്കുകയാണ്. മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് ഈ മാസങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ₹1 പോലും കേന്ദ്രത്തിൽ നിന്ന് അതിനായി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവും.